HSA ഇംഗ്ലീഷുമായി ബന്ധപ്പെടുത്തി നടത്തുന്ന ക്വസ്റ്റ്യൻ വർക്കൗട്ട് അതിനോടൊപ്പം തന്നെ ടോപ്പിക്കും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സെക്ഷനാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, പരീക്ഷ ഉള്ളവരും മറ്റ് എക്സാം നോക്കുന്നവർക്കും എന്ത് ചെയ്യാം നോക്കാം. നമുക്ക് വരുന്ന ചോദ്യങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ HSAയുടെ ടോപ്പിക് എടുത്ത് വെച്ച് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരുടെയും ടോപ്പിക്കും ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. നോക്കിയേ, അതിൽ നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യൻ ടാഗുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. കഴിഞ്ഞ ദിവസം 2 ടോപ്പിക്ക് നോക്കിയിരുന്നു. ഇത് നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യൻ ടാഗുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. ഇറ്റ് റൈൻഡ് യെസ്റ്റർഡേ. കണ്ടല്ലോ, തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ ടാഗ് എഴുതാനാണ്. അപ്പോൾ ഡിഡിൻറ്റ് ഇറ്റ് ഉണ്ട്, അതേപോലെ വാസ് ഇൻ ഇറ്റ് ഉണ്ട്, വാസ് ഇറ്റ് ഉണ്ട്, ഈസ് ഇൻ ഇറ്റ് ഉണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആയിട്ടുള്ള ഡിഡിൻറ്റ് ഇറ്റ് ആണ്. ഇനി കാരണം എന്താ, നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾക്ക് ചോദിക്കുന്ന ചെറു ചോദ്യങ്ങൾക്ക് പറയുന്ന പേരാണ് ക്വസ്റ്റ്യൻ ടാഗ്. നമുക്ക് 2 ടൈപ്പ് സെന്റൻസ് ആണുള്ളത്. ഒന്ന് പോസിറ്റീവ് സെന്റൻസ്, 2 നെഗറ്റീവ് സെന്റൻസ്. എന്താണ് ഈ പോസിറ്റീവ് സെന്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ, നോട്ട്, നണ്ണ്, നത്തിങ്, നെവർ, നോ വൺ, നൈദർ, അതുപോലെ സെൽഡം, റെയർലി, ബെയർലി, ഹാർഡിലി, സ്കേഴ്സിലി, അതുപോലെ ലിറ്റില്, ഫ്യൂ. ഈ വാക്കുകൾ വരുന്ന സെന്റൻസ് നെഗറ്റീവ്, ഈ വാക്കുകൾ ഇല്ലാത്ത സെന്റൻസ് പോസിറ്റീവ്. ഇപ്പൊ ഇല്ല എന്ന അർത്ഥം നൽകുന്ന സെന്റൻസുകളെല്ലാം നെഗറ്റീവ്, അതല്ല ഇത്തരത്തിലുള്ള വാക്കുകൾ വരാത്ത സെന്റൻസ് പോസിറ്റീവ്. ഈ ലിറ്റില്, ഫ്യൂവിന്റെ കാര്യത്തിൽ എ ലിറ്റിൽ എന്നോ അതുപോലെ എ ഫ്യൂ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറുന്നു മക്കളെ? പോസിറ്റീവ് സെന്റൻസ് ആയിട്ട് മാറും. ലിറ്റിൽ ഫ്യൂ നെഗറ്റീവ് വേർഡ് ആണെങ്കിൽ എ ലിറ്റിൽ എ ഫ്യൂ പോസിറ്റീവ് വേർഡ് ആണ്. ഇനി നോക്കിയേ, തന്നിരിക്കുന്ന ഒരു പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ടാഗ് ചെയ്യണം? നെഗറ്റീവ് ടാഗ് ആണ് ചെയ്യേണ്ടത്. തന്നിരിക്കുന്ന പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗ് ആണ് ചെയ്യേണ്ടത്. നെഗറ്റീവ് ടാഗിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്? സബ്ജക്ട് ഓക്സിലറി വെർബ് പ്ലസ് നോട്ട് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്സിലറി, നോട്ട്, സബ്ജക്റ്റ്, ക്വസ്റ്റ്യൻ മാർക്ക്. ഈ ഓക്സിലറിയോടൊപ്പം നോട്ട് ചേർക്കാൻ പറഞ്ഞ ഇൻഡ് ചേർത്ത് പറയുക. ഈസ് ആണെങ്കിൽ ഈസിൻഡ്, വാസ് ആണെങ്കിൽ വാസിൻഡ്, ആറാണെങ്കിൽ ആറിൻഡ്. ചില ഓക്സിലറിയോടൊപ്പം നോട്ട് ചേരുമ്പം മാറ്റങ്ങളുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. ആമിനോടൊപ്പം നോട്ട് ചേർന്നാൽ ആറിൻ്റെ എന്നാണ് പറയുന്നത്. ആമിനോടൊപ്പം നോട്ട് ചേർന്ന് എന്ത് മാറ്റം വരുന്നു? ആറിൻ്റെ. ഇനി വില്ലിനോടൊപ്പം നോട്ട് ചേർന്നാൽ വരുന്നത് ബോണ്ട് എന്നാണ് വരുന്നത്. വില്ലിനോടൊപ്പം നോട്ട് ചേർന്നാൽ ബോണ്ട്. ഷാളിനോടൊപ്പം നോട്ട് ചേർന്നാൽ വരുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ ഷാൻഡ് എന്നാണ് വരുന്നത്. ഷാളിനോടൊപ്പം നോട്ട് ചേർന്നാൽ ഷാൻഡ് എന്നാണ് വരുന്നത്. ക്യാനിനോടൊപ്പം നോട്ട് ചേർന്നാൽ വരുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ കാണ്ടെന്നാണ് വരുന്നത്. ക്യാനിനോടൊപ്പം നോട്ട് ചേർന്നാൽ കാണ്ടെന്നാണ് വരുന്നത്. യൂസ്ഡ് ടുവിനോടൊപ്പം നോട്ട് ചേർന്നാൽ വരുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ ഡിഡിൻറ്റ് ആണ്. യൂസ്ഡ് ടുവിനോടൊപ്പം നോട്ട് ചേർന്നാൽ ഡിഡിൻറ്റ് എന്ന് വരുന്നു. അല്ലേ, ബാക്കിയൊക്കെ നമുക്ക് ഇൻഡ് ചേർത്ത്, ഈസ് ആണെങ്കിൽ ഈസിൻ്റെ, വാസ് ആണെങ്കിൽ വാസിൻ്റെ, അങ്ങനെ പോകും. അപ്പോൾ നോക്കിയേ, ഹി ഈസ് എ ബോയ്, ഹി ഈസ് എ ബോയ് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ നമുക്ക് ഈസ് ഓക്സിലറി, ഹി സബ്ജക്റ്റ് ആണ്. ഈസിനോടൊപ്പം നോട്ട് ചേർന്നാൽ ഈസിൻ്റെ, സബ്ജക്റ്റ് ഏതാണ്? ഹി, ഈസിൻ്റെ ഹി, ക്വസ്റ്റ്യൻ മാർക്ക് ടാഗായിട്ട് വരും. തന്നിരിക്കുന്ന ഒരു നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ എന്ത് ടാഗ് ചെയ്യണം മക്കളെ? പോസിറ്റീവ് ടാഗ് ചെയ്യണം. പോസിറ്റീവ് ടാഗിന്റെ ഇക്വേഷൻ ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്സിലറി അതുപോലെ എഴുതുക, സബ്ജക്റ്റ് എഴുതി ക്വസ്റ്റ്യൻ മാർക്ക് എഴുതുക. നോക്കിയേ, ഹി ഈസ് നോട്ട് എ ബോയ്, ഹി ഈസ് നോട്ട് എ ബോയ്. ഇവിടെ ഈസ് ഓക്സിലറി, ഹി സബ്ജക്റ്റ്, നോട്ട് വരുന്നതാണ് നെഗറ്റീവ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഈസ് ഹി എന്ന് ടാഗ് കിട്ടും. കണ്ടല്ലോ. അടുത്ത നോക്കിയാൽ മറ്റൊരു ചോദ്യം. തന്നിരിക്കുന്ന ചോദ്യത്തില് ഷീ ഹാർഡ്ലി റിമെമ്പേഴ്സ് എനിത്തിങ്. ഹി ഹാർഡ്ലി റിമെമ്പേഴ്സ് എനിത്തിങ്. ഈ ഹാർഡ്ലി വരുന്നോണ്ട് സെന്റൻസ് നെഗറ്റീവ് ആണ്. ഷീ എന്ത് ചെയ്യുന്നോടെ സബ്ജക്റ്റ് ആണ്. ഷീ സബ്ജക്റ്റ് ആണ്. റിമെമ്പേഴ്സ് എന്ന് പറയുന്നത് വെർബാണ്. അപ്പോൾ എസ്സിൽ അവസാനിക്കുന്ന വെർബൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെടുക്കാം? ഡസ് വെച്ച് ടാഗ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? സെന്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് ടാഗ് ഡസ് ഷീ. ഏത്? ഓപ്ഷൻ സി, ഡസ് ഷീ വരുന്നു. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് ഓക്സിലറി വെർബ് ഇല്ലാത്ത സെന്റൻസിന് എങ്ങനെ ടാഗ് ചെയ്യുക? ഓക്സിലറി ഇല്ലെങ്കിൽ വെർബ് V1 വരുന്ന സെന്റൻസ് ആണെങ്കിൽ ഡു വെച്ച് ടാഗ് ചെയ്യുക. എസ്സിൽ അവസാനിക്കുന്ന വെർബ് വരുന്ന സെന്റൻസ് ആണെങ്കിൽ ഡസ് വെച്ച് ടാഗ് ചെയ്യുക. വെർബ് V2 ആണെങ്കിൽ എന്ത് വെച്ച് ടാഗ് ചെയ്യുക? ഡിഡ് വെച്ചിട്ട് ടാഗ് ചെയ്യുക. ഇങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഹി സിങ്സ് എ സോങ്. ഹി സിങ്സ് സെന്റൻസ് നെഗറ്റീവ് പോസിറ്റീവ് നോക്കിയാണ് എഴുതേണ്ടത്. ഹി സിങ്സ് എ സോങ്. ടാഗ് എങ്ങനെ പറയാം? എസ്സിൽ അവസാനിക്കുന്നുണ്ട്, ഡസ് വെച്ച് ടാഗ് ചെയ്യുക. ഹി സബ്ജക്റ്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഡസ്, ഡസിൻ്റെ ഹി എന്ന് കിട്ടുന്നു. ഡസിൻ്റെ ഹി. അടുത്ത മറ്റൊരു ടൈപ്പാണ് സബ്ജക്റ്റുകളായിട്ട് ദീസ്, ദോസ്. ദീസ്, അതുപോലെ ദോസ്, ദീസ്, ദോസ്,
അതുപോലെ ഫ്യൂ എ ഫ്യൂ, ഫ്യൂ എ ഫ്യൂ, സംബഡി സംവൺ, സംബഡി സംവൺ, സംബഡി സംവൺ, എനിബഡി എനിവൺ, എനിബഡി എനിവൺ, നോബഡി നോ വൺ, എവരിബഡി എവരി വൺ. അതുപോലെ എന്ത് ചെയ്യുന്നു, എനിബഡി എനിവൺ, നോബഡി നോ വൺ, സംബഡി സംവൺ, ഇത്തരത്തിലുള്ള സബ്ജക്റ്റുകൾ. അതേപോലെ സം ഓഫ് ദം, ആൾ ഓഫ് ദം, മെനി ഓഫ് ദം, ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളാണ് വരുന്നതെങ്കിൽ ഇവയ്ക്ക് വരെ എന്തെടുക്കുക, ദേ എടുക്കുക. ഇവയ്ക്ക് വരെ എന്തെടുക്കുക, ദേ എടുക്കുക. ദീസ്, ദോസ്, ഫ്യൂ എ ഫ്യൂ, സംബഡി സംവൺ, എനിബഡി എനിവൺ, നോബഡി നോ വൺ, എവരിബഡി എവരി വൺ, സം ഓഫ് ദം, ആൾ ഓഫ് ദം, മെനി ഓഫ് ദം, ഈച്ച്, എയ്തർ, നെയ്തർ ഒക്കെ വന്നു കഴിഞ്ഞാൽ ദേ എടുക്കുക. ദേ വെച്ചിട്ടാക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നോക്കിയേ, ഒരു ചോദ്യം. സംബഡി, സംബഡി സ്പീക്സ്, സംബഡി സ്പീക്സ് ഇംഗ്ലീഷ്, സംബഡി സ്പീക്സ് ഇംഗ്ലീഷ്. കണ്ടല്ലോ, അവിടെ സംബഡിക്ക് വരെ നമുക്ക് ദേ എടുക്കാം. സ്പീക്സ് എസ്സിൽ അവസാനിച്ചിട്ടുണ്ട്, ഡെസ് ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് എഴുതുന്നത് ഡെസ്സിൻ്റെ ദേ എഴുതും. പക്ഷെ തെറ്റാണ്. ഡെസ് എന്ത് ചെയ്യും, സിംഗുലാറും ദേ പ്ലൂറലാണ്. അപ്പോൾ ദയോടൊപ്പം ഡെസ് ചേരുമോ, ഇല്ല. അപ്പോൾ സബ്ജക്റ്റ് പ്ലൂറലായിട്ട് വരുന്ന സെൻറ്റൻസുകളിൽ ഓക്സിലറി വെർബ് സിംഗുലാർ ആണെങ്കിൽ അതിനെ പ്ലൂറലാക്കി മാറ്റി വേണ്ടാക്കി. അപ്പോൾ ഡെസ്സിൻ്റെ പ്ലൂറൽ ഏതാ, ഇത് വെച്ചിട്ടാക്കണം. ഡോണ്ട് ദേ കിട്ടുന്നു, ഡോണ്ട് ദേ. കാരണം ഇങ്ങനെ മനസ്സിലായ, ഡെസ് കിട്ടിയിട്ട് അതിൻ്റെ ഡു ആക്കി മാറ്റിയതിന് കാരണം സബ്ജക്റ്റ് പ്ലൂറലായി വരുന്ന സെൻറ്റൻസുകളിൽ ഓക്സിലറി വെർബ് സിംഗുലാർ ആണെങ്കിൽ അതിൻ്റെ പ്ലൂറലാക്കി ടാക്കണം, മറക്കരുത്. അതുപോലെ മറ്റൊന്നാണ് ദിസ്, ദിസ് ദാറ്റ്, ദിസ് ദാറ്റ്, സംതിങ്, എനിത്തിങ്, നത്തിങ്, എവരിത്തിങ്. ദിസ് ദാറ്റ്, സംതിങ്, എനിത്തിങ്, നത്തിങ്, എവരിത്തിങ്, ഇൻഫാൻറ്റ്, ചൈൽഡ്. അതുപോലെ ലിറ്റില്, എ ലിറ്റിൽ. ദിസ് ദാറ്റ്, ലിറ്റില്, എ ലിറ്റില്, സംതിങ്, എനിത്തിങ്, നത്തിങ്, എവരിത്തിങ്, ഇൻഫാൻറ്റ്, ചൈൽഡ്, നൈം ഓഫ് കൺട്രി, നൈം ഓഫ് തിങ്. ഇത്തരത്തിലുള്ള വാക്കുകളാണ് വരുന്നതെങ്കിൽ അവയ്ക്ക് അവർ ഇറ്റ് എടുക്കുക. ഇറ്റ് വെച്ച് ടാഗ് ചെയ്യുക. അവയ്ക്ക് അവർ എന്ത് വെച്ച് ടാഗ് ചെയ്യുക, ഇറ്റ് വെച്ചിട്ട് ടാഗ് ചെയ്യുക. നോക്കിയേ, സംതിങ്, സംതിങ് വിൽ ഹാപ്പൻ, സംതിങ് വിൽ ഹാപ്പൻ എന്ന് പറയാൻ പറ്റില്ല. സംതിങ്ങിന് വരെ നമുക്ക് ഇറ്റ് എടുക്കാം, വില്ല് വരുന്നു. സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് വോണ്ട് ഇറ്റ് എടുക്കുന്നു, വോണ്ട് ഇറ്റ് ടാഗ് ഇടും. മനസ്സിലായ? അതുപോലെ വണ്ണ്, ONE വണ്ണ്, THERE ദയർ, ഈ വാക്കുകളാണ് സബ്ജക്റ്റ് വരുന്നതെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിലും ഇവ തന്നെ സബ്ജക്റ്റ് ആയിട്ട് എടുക്കുക. വൺ ഷുഡ്, വൺ ഷുഡ് ഗോ ഹോം, വൺ ഷുഡ് ഗോ ഹോം. ടാഗ് എങ്ങനെ പറയാം, വണ്ണ് സബ്ജക്റ്റ്, ഷുഡ് ഓക്സിലറി. പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടുന്നു മക്കളെ, ഷുഡിൻ്റെ വണ്ണ് കിട്ടുന്നു, ഷുഡിൻ്റെ വണ്ണ് വരുന്നു. മനസ്സിലായ? ഷുഡിൻ്റെ വണ്ണ് വരുന്നു. ഇനി ഇമ്പരേറ്റീവ് സെന്റൻസുകളുടെ ടാഗ്, ഇമ്പരേറ്റീവ് സെന്റൻസുകളുടെ ടാഗ് ഏതാണെന്ന് ചോദിച്ചാൽ വില്യു ആണ്. ഇമ്പരേറ്റീവ് സെന്റൻസുകൾ നെഗറ്റീവ് പോസിറ്റീവ് നോക്കണ്ട, നമ്മൾ സെന്റൻസിന് ടാഗ് വില്യു എഴുതുക. നമുക്ക് സിങ് എ സോങ്, സിങ് എ സോങ് ഒരു ഇമ്പരേറ്റീവ് ആണ്. നമുക്ക് ഏത് പറയാം, വില്യു ഉത്തരമായിട്ട് വരുന്നു, വില്യു എഴുതുന്നു. അപ്പോൾ ഇമ്പരേറ്റീവ് സെന്റൻസ് നെഗറ്റീവ് പോസിറ്റീവ് നോക്കണ്ട, ടാഗ് വില്യു എഴുതുക. ഇനി കുറച്ച് കോമൺ ടാഗ് ഏതാണെന്ന് ചോദിച്ചാൽ ലെറ്റ് തുടങ്ങുന്ന സെന്റൻസുകളുടെ ടാഗ്. ലെറ്റ്സ് അല്ലെങ്കിൽ ലെറ്റസ് തുടങ്ങിക്കഴിഞ്ഞാൽ ടാഗ് ഏതാണെന്ന് ചോദിച്ചാൽ വില്യു ആണ്. ലെറ്റ്സ് വില്യു അല്ല, ഷാൾ വി ആണ്. ഏത് വരുന്നുണ്ടല്ലേ, ഷാൾ വി. ലെറ്റ്സ്, ലെറ്റസിൽ തുടങ്ങുന്ന സെന്റൻസുകളുടെ ടാഗ്, കോമൺ ടാഗ് ഷാൾ വി ആണ്. എന്നാൽ ലെറ്റസ് വരുന്ന സെന്റൻസിൽ പ്ലീസ് എന്ന വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് എഴുതി കൊടുക്കുക, വില്യു എഴുതുക. ലെറ്റസ് വരുന്ന സെന്റൻസിൽ പ്ലീസ് എന്ന വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്തെഴുതുക, വില്യു അവിടെ ഉത്തരമായിട്ട് എഴുതുക. കോമൺ ടാഗ് വില്യു എഴുതുക, മറക്കല്ലേ, വില്യു അവിടെ ടാഗായിട്ട് എഴുതുക. എന്നാൽ ലെറ്റ് മീൽ തുടങ്ങുന്ന സെന്റൻസുകളാണ്, ലെറ്റ് മീൽ തുടങ്ങുന്ന സെന്റൻസ് ആണെങ്കിൽ നമുക്ക് അവിടെ വില്യു എഴുതാം, അതില്ല എങ്കിൽ ഷാള എഴുതാം. വില്യു അല്ലെങ്കിൽ ഷാള എഴുതാം. ലെറ്റ് മീൽ തുടങ്ങുന്ന സെന്റൻസ് ആണെങ്കിൽ വില്യു അല്ലെങ്കിൽ ഷാള. ഇനി അതേപോലെ ലെറ്റ് ഹിം, ലെറ്റ് ഹിം, ലെറ്റ് ഹെർ, അതുപോലെ ലെറ്റ് ദം, ലെറ്റ് ദം എന്നിവയിൽ തുടങ്ങുന്ന സെന്റൻസ് ആണെങ്കിൽ കോമൺ ടാഗ് വില്യു ആണ്. എന്തെഴുതുക, വില്യു. ലെറ്റ് ഹിം, ലെറ്റ് ഹെർ, ലെറ്റ് ദം ഒക്കെ ആണെങ്കിൽ വില്യു ഉത്തരമായിട്ട് എഴുതാം, മറക്കരുത്, വില്യു കൊണ്ട് ഉത്തരമായിട്ട് എഴുതാം. ഓക്കെ, ലെറ്റ് മീൽ തുടങ്ങുന്ന സെന്റൻസ്, ലെറ്റ് മീൽ തുടങ്ങുന്ന സെന്റൻസ് നമ്മൾ പറഞ്ഞു വില്യു അല്ലെങ്കിൽ ഷാളയാണ്. എന്നാൽ ലെറ്റ് മീ വരുന്ന സെന്റൻസിൽ പ്ലീസ് എന്ന വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് എഴുതി കൊടുക്കുക, അവിടെ വില്യു മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, വില്യു മാത്രം എഴുതാം.
അതേപോലെ രണ്ട് ഓക്സിലറി വെർബ് വരുന്ന സെന്റൻസുകളിൽ ഫസ്റ്റത്തെ ഓക്സിലറി വെർബിനനുസരിച്ചാണ് ടാഗ് ചെയ്യേണ്ടത്. രണ്ട് ഓക്സിലറി വരുന്ന സെന്റൻസുകൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യ ഓക്സിലറിക്ക് അനുസരിച്ച് ടാഗ് ചെയ്യണം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഒരു ഓർമ്മയിൽ അല്ലെങ്കിൽ ഒന്ന് ഓർമ്മയിൽ വെക്കുക. അടുത്ത നോക്കിയ കുട്ടികളെ, അടുത്ത മറ്റൊരു ടോപ്പിക്കാണ് പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസ് ആണ് നിങ്ങളുടെ ടോപ്പിക്ക്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദിച്ച ചോദ്യമാണ് ഇൻവൈറ്റ് ഹിം ടു ദ മീറ്റിംഗ്. Which among the following options is true when the above sentence is converted into passive voice? പാസീവിലോട്ട് മാറ്റുമ്പോൾ ആ സെന്റൻസ് എങ്ങനെയാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അത് ഇൻവൈറ്റ് എന്ന് പറയുന്ന സെന്റൻസ് എന്ന് പറയുന്നത് ഇൻവൈറ്റ് തുടങ്ങിയിരിക്കുന്ന വെർബിലാണ്. വെർബിൽ തുടങ്ങുന്ന സെന്റൻസ് എല്ലാം ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. പാസീവ് വോയിസിന്റെ ഇക്വേഷൻ ലോബ് V3 എന്നാണ് കേട്ടോ. എന്തെന്ന് പഠിക്കുക? ലോബ് V3. L എന്ന് പറഞ്ഞാൽ ലെറ്റ്, O എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ്, ബി എന്ന് പറഞ്ഞാൽ BEB, V3 എന്ന് പറഞ്ഞാൽ വെർബിന്റെ മൂന്നാമത്തെ രൂപം. ലെറ്റ്, ഒബ്ജക്റ്റ്, V3. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വെർബ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന വാക്കാണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് യാതൊരു മാറ്റമില്ലാതെ എഴുതുക. അപ്പൊ നമുക്ക് എന്ത് എഴുതുക? ലെറ്റ്, ഒബ്ജക്റ്റ് ഹിം ആണ്, ലെറ്റ് ഹിം വരുന്ന ഓപ്ഷൻ ഇതാ. ലെറ്റ് ഹിം എന്ന് എഴുതിയപ്പോഴേ നമുക്ക് കിട്ടി B + V3 ഇതാ കിടക്കുന്നു. ഏത്? ബി ഓപ്ഷൻ ഉത്തരമായിട്ട് വരും. പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു 5 റൂള് പഠിക്കുക. തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഈസ്, ആം, ആറ്, അതുപോലെ വാസ്, വെയർ വരുന്ന സെന്റൻസ് ആണ് തരുന്നതെങ്കിൽ പാസീവ് വോയിസ് ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ബീയിങ് പ്ലസ് V3 ഒബ്ജക്റ്റ് ഓക്സിലറി ബീയിങ് പ്ലസ് V3. നോക്കടാ, ക്ലോസ് എന്ത് ചെയ്യും? ഇങ്ങനെയാണ് കിടക്കുന്നത്. ഹി ഈസ് സിംഗിങ് എ സോങ്. കണ്ടല്ലോ, പാസീവ് എഴുതാൻ പറഞ്ഞാൽ ഹി സബ്ജക്റ്റ്, ഈസ് ഓക്സിലറി, സിംഗിങ് വെർബ്, എ സോങ് ഒബ്ജക്റ്റ്. അപ്പോൾ നമുക്ക് ആദ്യം ഒബ്ജക്റ്റ് എഴുതുക. എ സോങ് സിംഗുലാർ ആയിട്ട് ഈസിന് എഴുതാം. ഈസ് എഴുതി. ഇനി നമുക്ക് ബീയിങ് ചേർക്കാൻ പറഞ്ഞു. ബി സിംഗിന്റെ മൂന്നാമത്തെ വരുമ്പോൾ സങ് പാസീവായി. എ സോങ് ഈസ് ബീയിങ് സങ്. ബൈ വേണമെങ്കിൽ ഹിം എഴുതാം. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ ഹാസ്, അതുപോലെ ഹാവ്, അതുപോലെ ഹാഡ് വരുന്ന സെന്റൻസുകളാണെങ്കിൽ പാസീവ് എഴുതാൻ പറഞ്ഞാൽ ഒബ്ജക്റ്റ് എഴുതുക, ഓക്സിലറി വെർബ് എഴുതുക, അത് കഴിഞ്ഞിട്ട് ബീൻ പ്ലസ് V3 എഴുതുക. ഓക്കെ, ദേ ഹാവ് സങ് എ സോങ്. പാസീവ് എഴുതിയേ. ദേ സബ്ജക്റ്റ്, ഹാവ് ഓക്സിലറി, സങ് എന്ന് പറയുന്നത് വെർബ്, എ സോങ് ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് എഴുതി? എ സോങ് സിംഗുലാർ ആയതുകൊണ്ട് ഹാവ് നിൽക്കുമോ? ഹാവിന്റെ സിംഗുലാർ ഫോം ഹാസ് എഴുതി. എങ്ങനെ ഹാസ് ആയെന്ന് മനസ്സിലായത്? ദേ പ്ലൂറൽ ആയതുകൊണ്ടാണ് ഇവിടെ ഹാവ് വന്നത്. ഒബ്ജക്റ്റിനാണ് ഇനി പ്രാധാന്യം. ഒബ്ജക്റ്റ് എ സോങ് സിംഗുലാർ ആയതുകൊണ്ട് ഹാവിന്റെ സിംഗുലാറുള്ള ഹാസ് എഴുതി. അതിൻ്റെ എന്ത് എഴുതി കിട്ടുള്ള? ബീൻ എഴുതി. V3 ഏതാണ്? സങ് തന്നെയാണ്. എന്ത് കിട്ടി? എ സോങ് ഹാസ് ബീൻ സങ്. ബൈ വേണമെങ്കിൽ ദം എഴുതാം. അടുത്ത മൂന്നാമത്തെ ഇക്വേഷൻ, വില്ല് മുതൽ ഓട്ടിട്ട് വരെ വരുന്ന ഓക്സിലറി ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പാസീവ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഒബ്ജക്റ്റ് ഓക്സിലറി വെർബ് പ്ലസ് ബി പ്ലസ് V3. ഒബ്ജക്റ്റ് ഓക്സിലറി പ്ലസ് ബി പ്ലസ് V3. നോക്കിയേ, ഷീ വില്ല് സിംഗ് എ സോങ്. പാസീവ് എങ്ങനെ എഴുതാടോ? ഷീ സബ്ജക്റ്റ്, വില്ല് ഓക്സിലറി, സിംഗ് വെർബ്, എ സോങ് ഒബ്ജക്റ്റ്. എങ്ങനെ എഴുതാം? എ സോങ്, വില്ല് സിംഗുലാറും പ്ലൂറലും ആണ്, നമുക്ക് വില്ല് തന്നെ എഴുതാം. എ സോങ് വിൽ ബി സങ്. ബൈ ആരാണ്? ബൈ ഹർ. കണ്ടാ, അത് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നത് നോക്കിയേ. അടുത്തത് നാലാമത്തെ ഇക്വേഷനാണ് പറയുന്നത്. തന്നിരിക്കുന്ന ചോദ്യത്തിൽ V1 എസ്സിൽ അവസാനിക്കുന്ന വെർബോ ഡു അല്ലെങ്കിൽ ഡസ് വരുന്ന സെൻസ്, അതായത് സിമ്പിൾ പ്രസന്റ് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പാസീവ് എഴുതാൻ പറഞ്ഞാൽ ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആറ് പ്ലസ് V3. ഈസ് ആം ആറ് പ്ലസ് V3. ഒബ്ജക്റ്റ് ഏതാണോ നമുക്ക് ഇങ്ങനെയാണ്. ഷീ സിങ്സ് എ സോങ്. കണ്ടല്ലോ, സിങ്സ് എസ്സിൽ അവസാനിക്കുന്ന വെർബ്. ഷീ സബ്ജക്റ്റ്, വെർബ്, എ സോങ്. അതിൻ്റെ പാസീവ് എങ്ങനെ എഴുതാം? ഒബ്ജക്റ്റ് എഴുതി എ സോങ് സിംഗുലാർ ആണ്. ഈസ് ആം ആറിൽ ഏതെഴുതാം? ഈസ് എഴുതി. ഈസ് സിംഗുലാർ, ആം ഐ വന്നാൽ മാത്രം ആറ് പ്ലൂറലാണ്. ഇനി അടുത്ത് എന്ത് എഴുതാൻ പറഞ്ഞു? V3 ഏതാ? സിംഗിൻ്റെ സങ്. എന്ത് എഴുതി? എ സോങ് ഈസ് സങ് ബൈ വേണമെങ്കിൽ ഹെർ എഴുതാം. അഞ്ചാമത്തതും ലാസ്റ്റ് റൂളും പറ. വെർബ് V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന ഒരു സെന്റൻസ് ആണ് എങ്കിൽ എൻ്റെ പാസീവ് എഴുതാൻ പറഞ്ഞാൽ ഒബ്ജക്റ്റ് പ്ലസ്
വാസ് ഓർ വെയർ പ്ലസ് V3. നോക്ക് ഷീ സാങ് എ സോങ്, പാസീവ് എങ്ങനെ എഴുതാം നമുക്ക്? ഷീ സബ്ജക്റ്റ്, സാങ് വെർബ്, എ സോങ് ഒബ്ജക്റ്റ്. എ സോങ് സിംഗുലാർ ആയതുകൊണ്ട് വാസ്, എ സോങ് വാസ് സങ് ബൈ ആരാണ്ടോ പാസീവ് ആയിട്ട് മാറും. വളരെ എളുപ്പമാണ്. ഓക്കെ, ഇനി അടുത്ത് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസുകളുടെ സെൻറ്റൻസിൻ്റെ പാസീവ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടെ ഉണ്ടെങ്കിൽ തീരും. ഇൻറ്ററോഗേറ്റീവിൻ്റെ പാസീവ് പ്ലസ് ഓർ മൈനസ് ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ഏതാണ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് പാസീവ് റൂളാണ് നമ്മളിപ്പോൾ പഠിച്ച 5. ഓക്കെ, ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടെങ്കിൽ അത് അതുപോലെ എഴുതുക. ഓക്സിലറി വെർബ് ഒബ്ജക്റ്റിൻ്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് എടുത്ത് എഴുതുക. അത് കഴിഞ്ഞിട്ട് പാസീവ് റൂൾ എഴുതുക. പാസീവ് റൂൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിച്ച സാധനം. ഓക്കെ, നമുക്ക് അതായത് ഈസ്, ആം, ആറ്, വാസ്, വെയർ വരുന്ന സെൻറ്റൻസുകളിൽ ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ബീയിങ് പ്ലസ് V3. ഒബ്ജക്റ്റ് ഓക്സിലറി എഴുതി കഴിഞ്ഞ് ബാലൻസ് ബീയിങ് പ്ലസ് V3 എഴുതുക. ഹാസ്, ഹാവ്, ഹാഡ് വരുന്ന സെൻസിൽ ബീൻ പ്ലസ് V3 എഴുതി കൊടുക്കുക. വില്ല് മുതൽ ഓട്ടിറ്റ് വരെ വരുന്ന സെൻസിൽ ബി പ്ലസ് V3 എഴുതി കൊടുക്കുക. അതേപോലെ V1 എസ്സിൽ അവസാനിക്കുന്ന വെർബ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ V3 മാത്രം എഴുതി കൊടുക്കുക. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ V3 എഴുതുക. നോക്ക്, ഹൗ ഈസ് ഷീ സിംഗിങ് എ സോങ്. പാസീവ് പറഞ്ഞു നോക്കട്ടെ. ഹൗ ഈസ് ഷീ സിംഗിങ് എ സോങ്. എങ്ങനെ പാസീവ് പറയാം? ഹൗ ക്വസ്റ്റ്യൻ വേർഡ്. ഹൂ വന്നു കഴിഞ്ഞാൽ ബൈ ഹൂമിലാണ് തുടങ്ങുന്നത്. ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല എങ്കിൽ ഓക്സിലറി തൊട്ട് തുടങ്ങിയാൽ മതി. ഓക്സിലറി തുടങ്ങുന്ന സെൻറ്റൻസ് ആണെങ്കിൽ ഓക്സിലറി തൊട്ട് തുടങ്ങിയാൽ മതി. ഹൗ ക്വസ്റ്റ്യൻ വേർഡ്, ഈസ് ഓക്സിലറി, ഷീ സബ്ജക്റ്റ്, സിംഗിങ് വെർബ്, എ സോങ് ഒബ്ജക്റ്റ്. ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് അതുപോലെ എഴുതി ഹൗ. അത് കഴിഞ്ഞിട്ട് എന്ത് എഴുതിയുടെ ഓക്സിലറി ഈസ് ആണ്, എ സോങ് സിംഗുലാർ ആയതുകൊണ്ട് ഈസ് എഴുതാം. ഹൗ ഈസ്, അതിൻ്റെ ഒബ്ജക്റ്റ് ഏതാ? എ സോങ്. ഹൗ ഈസ് എ സോങ്. അത് കഴിഞ്ഞിട്ട് എന്ത് എഴുതാൻ പറഞ്ഞു? പാസീവ് റൂൾ അതാ ഈസ് വരുന്ന സെൻസിൽ ഒബ്ജക്റ്റ് ഓക്സിലറി ബീയിങ് പ്ലസ് V3. നമ്മളിതാ ബീയിങ് ചേർത്തിട്ട് V3 എഴുതി കൊടുക്കുക. ബീയിങ് സങ് പാസീവായി. ഹൗ ഈസ് എ സോങ് ബീയിങ് സങ് ബൈ ആരാണ്ടോ? അത്രേ ഉള്ളൂ. അപ്പോൾ ഒന്ന് നോക്കി വയ്ക്കുക. 2 ടോപ്പിക്കാണ് വളരെ വേഗം നമ്മൾ പഠിച്ചത്. ഒന്ന് നോക്കി വയ്ക്കുക. കൂടുതൽ എക്സാമ്പിൾസ് ഒന്ന് ചെയ്ത് പരിശോധിക്കുക അല്ലെങ്കിൽ പരിശീലിക്കുക. ഓക്കെ, താങ്ക് യു.